കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. കാലാർത്ഥ കർമ്മണ യോഗോ ഹീനമിത്യാദി മാത്രക സമ്യക് യോഗശ്ച വിജ്ഞേയോ രോഗാരോഗൈക കാരണം. രോഗത്തിൻ്റെ ഏക അല്ലെങ്കിൽ പ്രധാന കാരണം എന്താണെന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുക. കാലം, അർത്ഥം, കർമ്മം ഇവയുടെ ഹീന, മിഥ്യ, അതിയോഗം കൊണ്ടും സമ്യക് യോഗം കൊണ്ടുമാണ് നമ്മുടെ രോഗവും ആരോഗ്യവും ഉണ്ടാകുന്നത്. അതായത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ ജ്ഞാന ഇന്ദ്രിയങ്ങളുടെ അതിയോഗം, അതിയായ തെറ്റായ അല്ലെങ്കിൽ അല്പമായ ഉപയോഗം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നു. അവയെ നിയന്ത്രിക്കുന്നതിനായി ജ്ഞാന കർമ്മ ഇന്ദ്രിയങ്ങളുടെ ശരിയായ ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കും. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. കാലം അഥവാ കാലാവസ്ഥ. കാലാവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ശീത ഉഷ്ണങ്ങളിൽ വരുന്ന വ്യതിയാനത്തെ നമുക്ക് പ്രായേണ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മളെ കൊണ്ട് സാധിക്കുക ഈ കാലാവസ്ഥയുമായി അഡാപ്റ്റ് ചെയ്യാനായി നമ്മളുടെ ശരീരത്തെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തെയാണ് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ ദൈനംദിനം കൃത്യമായി ചെയ്യേണ്ട, ചിട്ടയായി ചെയ്യേണ്ട കാര്യങ്ങളെ ദിനചര്യയിലും അതിനു പുറമെ ഋതുചര്യ അതാത് കാലങ്ങളിൽ, സീസൺസിൽ നമ്മൾ നമ്മുടെ ആഹാരത്തിലും വിഹാരത്തിലും വരുത്തേണ്ട വ്യത്യാസങ്ങളെക്കുറിച്ചും ശീലങ്ങളെക്കുറിച്ചും മറ്റ് ചര്യകളെക്കുറിച്ചും തന്നെയാണ് ഈ ഋതുചര്യ പ്രതിപാദിക്കുക. ഈ ഋതുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. 6 ഋതുക്കളാണ് ആയുർവേദത്തിൽ പരാമർശിച്ചിരിക്കുക. ശിശിര, വസന്ത, ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത. ഇവയെ നമുക്ക് 2ആയി തരംതിരിക്കാം. ആദാനകാലമെന്നും വിസർഗകാലമെന്നും. ഇതിനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ, സൂര്യനെയും ഭൂമിയെ സംബന്ധിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദാനകാലം എന്നത് സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ നിന്നും ധാരാളം ജലാംശവും ലവണങ്ങളുമെല്ലാം വലിച്ചെടുക്കുന്ന, നമ്മളുടെ ആരോഗ്യത്തെ കുറയ്ക്കുന്ന ഒരു കാലമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ആ ആദാനകാലത്തിൽ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് വരുന്ന കാലങ്ങളെന്ന് പറയുന്നത് ശിശിര, വസന്ത, ഗ്രീഷ്മ ഈ കാലങ്ങളാണ്. അടുത്തതായി ഉത്തരായന കാലം അഥവാ സതേൺ ഹെമിസ്ഫിയറിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ഉള്ള കാലങ്ങൾ അല്ലെങ്കിൽ ഋതുക്കൾ എന്നത് വർഷ, ശരത്, ഹേമന്ത്. പ്രായേണ തണുപ്പുള്ള കാലാവസ്ഥകൾ വരുന്ന ഒരു ഋതുക്കളാണ് ഈ 3. ഇനി ഇവയിൽ ശീലിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായി തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. തണുപ്പ് കാലങ്ങൾ. നമ്മളുടെ നാട്ടിൽ പൊതുവെ ഈ 6 ഋതുക്കൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക തണുത്ത കാലാവസ്ഥ. മഞ്ഞുകാലം എന്ന് പറയുന്ന രീതിയിലില്ല എങ്കിൽ പോലും തണുത്ത കാലം, വേനൽക്കാലം, മഴക്കാലം ഇവയാണ് 3 നമുക്ക് അനുഭവേദ്യമായ 3 ഋതുക്കൾ നമ്മുടെ നാട്ടിൽ. ഇതിൽ ഓരോ കാര്യങ്ങളും, അതായത് തണുപ്പ് കാലത്തിൽ പൊതുവെ ശരീരത്തെ ചൂടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ശീലങ്ങൾ, വെള്ളം തിളപ്പിച്ച് കുടിക്കാനാണെങ്കിലും ചുക്ക്, തുളസിയില മുതലായ, ജീരകം മുതലായ ശരീരത്തിന് അല്പം കൂടെ ചൂട് തരുന്ന, ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള വെള്ളങ്ങൾ ഇട്ട് തിളപ്പിച്ച് കുടിക്കാനായിട്ടും, ഭക്ഷണശീലങ്ങളാണെങ്കിൽ പുതിയ നെല്ലിൻ്റെ അരി, നെയ്യ്, മറ്റ് എണ്ണകൾ, മറ്റ് സ്നിഗ്ധമായിട്ടുള്ള മധുര രസപ്രധാനമായ ആഹാരങ്ങൾ ശീലിക്കുക മുതലായവ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ. മിതമായ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ശീലിക്കുക, മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്ന കാര്യങ്ങൾ ചെയ്യുക, എണ്ണ തേച്ച് കുളി ഇവയെല്ലാം ശീലിക്കാവുന്നതാണ്. ആ സമയത്ത് ഉപയോഗിക്കുന്ന എണ്ണകൾ കുറച്ചുകൂടെ തലയിലൊക്കെ വയ്ക്കുന്നത് നീർപ്പിടുത്തം ഉണ്ടാക്കുന്ന കരിഞ്ജീരകം, കുരുമുളക് ഇവയൊക്കെ ഇട്ട് ചൂടാക്കിയതോ അല്ലെങ്കിൽ തുളസിയിലയോ ദശപുഷ്പങ്ങളിട്ട് കാച്ചിയ എണ്ണകൾ തലയിൽ തേക്കാനായിട്ട്, ദേഹത്തും എള്ളെണ്ണ തേച്ച് കുളിക്കുന്നതും ഈ ഒരു തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ കട്ടി കൂടിയ, തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന, നമ്മളുടെ ശരീര ഊഷ്മാവ് ഉള്ളിൽ തന്നെ നിർത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ശീലിക്കുക. വേനൽക്കാലത്ത് ശരീരത്തിൽ നിന്നും സൂര്യരശ്മികൾ കാരണം ജലാംശവും അതേപോലെ ലവണത്തിൻ്റെ അംശവും ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന, അവ പുറത്തേക്ക് പോകുന്ന ഒരു കാലം. അതിൽ നമ്മൾ ശീലിക്കേണ്ടത് പൊതുവേ തണുപ്പ്, ശീതവീര്യപ്രധാനമായ ആഹാരങ്ങളും
ശീലങ്ങളും എല്ലാം നമ്മൾ ശീലിക്കണം. ആഹാരങ്ങളാണെങ്കിൽ എളുപ്പം ദഹിക്കുന്ന പഴയ നെല്ലിൻ്റെ ചോറ്, ജലാംശം ധാരാളമുള്ള പച്ചക്കറികൾ, കുക്കുംബർ വെറൈറ്റീസിൽ വരുന്ന, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, തണുപ്പ് ശരീരത്തിന് നൽകുന്ന രീതിയിലുള്ള ശീതവീര്യപ്രധാനമായ മരുന്നുകൾ, അതായത് രാമച്ചം, ചന്ദനം, നറുനീണ്ടി ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം അതോടൊപ്പം തന്നെ ലവണത്തിൻ്റെ അംശവും നമ്മളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഉപ്പും ഒക്കെ കൂടുതൽ ഉപയോഗിക്കേണ്ട, മധുരം ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു കാലാവസ്ഥ കൂടിയാണ് ഈ വേനൽക്കാലം. അതുപോലെ കുളിക്കുന്നത് ദിവസവും 2 നേരമെങ്കിലും കുളിക്കുക. തണുത്ത വെള്ളത്തിൽ തന്നെ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ തന്നെ കുളിക്കുക, ചൂടുവെള്ളം ഒഴിവാക്കിക്കൊണ്ട്. മിതമായ വ്യായാമങ്ങൾ ശീലിക്കുക. കൃത്യമായ ഉറക്കവും മെയിൻറ്റെയിൻ ചെയ്ത് പോരുക. ഇതിലൂടെ വേനൽക്കാലത്തെ ആരോഗ്യം നമുക്ക് ശീലിക്കാം. അതേപോലെ തന്നെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കുക. കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കേണ്ട ഒരു കാലം കൂടിയാണ് വേനൽക്കാലം. ഇനി മഴക്കാലം. പൊതുവെ ആരോഗ്യം കുറയുന്ന ഒരു കാലമായിട്ടാണ് മഴക്കാലത്തെ പറയുക. വേനലിനുമെല്ലാം ശേഷം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുമെല്ലാം ഒഴുകി നമ്മളുടെ ജലസ്രോതസ്സുകളിലുമെല്ലാം എത്തുന്ന ആ ഒരു കാലം രോഗങ്ങളെ കൂടി നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം കൂടിയാണ്. നമ്മളുടെ ആരോഗ്യം ക്ഷയം വരുന്ന അല്ലെങ്കിൽ ആരോഗ്യം കുറയുന്ന ഒരു കാലമായിട്ട് തന്നെ നമുക്ക് ഈ മഴക്കാലത്തെ പറയാം. രോഗാണുക്കൾ മൂലമോ നമ്മളുടെ ശരീരത്തിലെ ഫാക്ടേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലം ദുരിതപൂർണമായി തന്നെ മാറാറുണ്ട്. ഈ മഴക്കാലത്തെ ആഹാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം. അതിൽ ഇട്ട് തിളപ്പിക്കാൻ പറ്റുന്നത് ചുക്ക്, ജീരകം, തുളസിയില മുതലായ ശരീരത്തിൻ്റെ അതല്ലെങ്കിൽ അഗ്നിയെ, നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വെള്ളങ്ങൾ തിളപ്പിച്ച് കുടിക്കാനായിട്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക. ആ സമയത്തും അതിൽ ചോറ്, ഗോതമ്പ് മുതലായ ഭക്ഷണ സാധനങ്ങൾ, പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. വിശപ്പും കുറച്ചും കൂടെ കൂടുതൽ തോന്നുന്ന ഒരു കാലം കൂടിയാണ്. ആ സമയത്തും അതനുസരിച്ചിട്ട് ദഹനത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക. അടുത്തത് ഋതുസന്ധി എന്താണെന്നൊന്ന് പരിശോധിക്കാം. ഓരോ ഋതുക്കൾ മാറി വരുന്ന ആ ഒരു ട്രാൻസിഷണൽ പീരീഡിനെയാണ് ഋതുസന്ധി എന്ന് പറയുന്നത്. ഋതുസന്ധിയിൽ നമ്മൾ മുൻ പറഞ്ഞ കാലത്ത് സ്വീകരിച്ചിരുന്ന ആ ഒരു ആഹാര വിഹാര രീതികളെ ക്രമേണ അവസാനത്തെ 7 ദിവസവും അടുത്ത ഋതുവിൻ്റെ ആദ്യത്തെ 7 ദിവസവും കൂടെ നമ്മൾ മാറ്റി മാറ്റി ക്രമേണ കൊണ്ടുവരുന്ന ഒരു ശീലമാണ് ആ ഒരു ഋതുസന്ധി എന്ന് പറയുന്നത്. ഈ ഋതുസന്ധിയിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നത് മുൻ മാസത്തെ ശീലങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കാതെ, വേനൽക്കാലം മാറി മഴക്കാലത്തിലേക്ക് മാറുന്ന ആ ഒരു സമയം നമ്മളുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ആഹാരവിഹാര രീതികൾ പതുക്കെ മാറ്റി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാലാവസ്ഥയിൽ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ നോർമലായിട്ട് നമ്മളുടെ കാലാവസ്ഥകൾ പോകുന്നുണ്ടെങ്കിൽ, നമ്മളുടെ കാലാവസ്ഥ വെച്ച് പറഞ്ഞാൽ ജൂൺ 1-ാം തീയതി മഴ പെയ്യുകയും അതേപോലെ മധ്യവേനലോടുകൂടി, അതായത് ഏപ്രിൽ മെയ്യോടുകൂടി വേനൽ കടുക്കുകയും ചെയ്യുന്ന കൃത്യമായ ഒരു ഷെഡ്യൂളിൽ പോകുന്ന കാലാവസ്ഥയിലാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനം എന്നൊരു പ്രതിഭാസമാണ്. ലോകമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഗ്ലോബൽ വാർമിംഗ് അതുപോലുള്ള കാര്യങ്ങൾ, കാലാവസ്ഥയിലെ വ്യതിയാനം, അതിനെക്കുറിച്ച് ഇന്ന് ചർച്ചകൾ രാജ്യങ്ങൾ തമ്മിലും സംഘടനകൾ, അന്താരാഷ്ട്ര സംഘടനകൾ തമ്മിലും നടക്കുന്ന ഒരു കാലം കൂടിയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ നിലപാടെടുത്തേക്കുന്ന നമ്മളുടെ ഭാരതത്തിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള പോളിസി, എൻവയോൺമെൻറ്റൽ പോളിസി, അത് മറ്റ് വികസിത രാജ്യങ്ങളിൽ അതിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോൾ പോലും നമ്മൾ ആ ഒരു പോളിസിക്കായി മുന്നോട്ട് നിൽക്കുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം. ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളുടെ കാലാവസ്ഥയിൽ പറയുന്ന സമ്മേഴ്സ് ആർ ഗെറ്റിംഗ് മോർ ഹോട്ടർ, വിൻ്റേഴ്സ് ആർ ഗെറ്റിംഗ് മോർ കോൾഡർ ആൻഡ് റെയിൻസ് ആർ ഗെറ്റിംഗ് എക്സസീവ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലിലെ ചൂട് നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. നമുക്കറിയാം നമ്മളുടെ കേരളത്തിൽ ഒരു 10 വർഷം മുമ്പുള്ള ചൂടല്ല ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെടുക. സൂര്യാഘാതം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഈ 10 വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ല ഇന്നത്തെ റിപ്പോർട്ട് ചെയ്യുന്ന സൂര്യാഘാതങ്ങൾ. അതുപോലെ അതിൽ ഏൽക്കുന്ന രോഗങ്ങളും മരണം വരെയും നമ്മളിന്ന് വളരെ റിപ്പോർട്ട് ചെയ്ത് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ തണുപ്പും പല സ്ഥലങ്ങളിലും തണുപ്പ് പഴയ രീതിയിൽ നിന്നും കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ മഴ
പ്രകൃതി ദുരന്തങ്ങളിൽ വലിയൊരു പങ്കും ഈ മഴയും അതേ തുടർന്നുള്ള ലാൻഡ് സ്ലൈഡ്സും നമ്മളുടെ നാട്ടിൽ ഇന്ന് അനുഭവിക്കുന്നതാണ്. ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം തീർച്ചയായും മുന്നേ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ നിന്ന് തുടങ്ങി രാജ്യങ്ങൾ തമ്മിലുള്ള പോളിസീസിൽ വരെയും ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള കാര്യങ്ങൾ നടന്നു പോകേണ്ടതുണ്ട്. ഈ കാലാവസ്ഥകളിൽ അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റങ്ങളിൽ നമ്മൾ അനുചരിക്കേണ്ട ഋതുചര്യകൾ ഇവ കൃത്യമായി പാലിക്കുന്നതിലൂടെ, ഋതുചര്യം എന്നതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മളുടെ ആഹാര വിഹാര രീതികൾ, വ്യായാമം ആദിയായവ ക്രമത്തിൽ വേണ്ട രീതിയിൽ ചെയ്തു വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഋതുചര്യ കൃത്യമായി പാലിച്ചാൽ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാം.